നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഈ റിവ്യൂ പൂർണ്ണമായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇന്ന് വന്നിരിക്കുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ഇന്ന് ആസിഫ് അലി നായകനായിട്ട് പുറത്തു വന്ന ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അനശ്വര രാജന്റെ പേരും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ആസിഫ് അലിയും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ രേഖാചിത്രം, അതിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നത് പോലെ തന്നെ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി റിവ്യൂ ചെയ്യാൻ കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ ജനിച്ചു വളർന്ന ഏതൊരു മലയാളിക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക, ഫാമിലി ആയിട്ട് തന്നെ പോയി ടിക്കറ്റ് എടുക്കുക. എല്ലാവർക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കാം. ഇത്രയും നല്ല അഭിപ്രായം പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കാണാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കാം. അതിനെപ്പറ്റി അതിന്റെ അണിയറ പ്രവർത്തകർ ഇത് മാർക്കറ്റ് ചെയ്ത രീതിയെ നമുക്ക് ആദ്യമേ തന്നെ കൈയടിക്കേണ്ടതുണ്ട്. മറ്റുള്ള ത്രില്ലർ സിനിമകളെ പോലെ വളരെ പേടിപ്പിക്കുന്ന കുറെ സംഭവങ്ങളും അല്ലെങ്കിൽ ഇടിവെട്ട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിലില്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പറയേണ്ടത്. അതൊന്നും ഇല്ലാത്തതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന്. എന്തിനാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു അങ്ങനെ നോർമൽ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഒരു വലിയൊരു താല്പര്യം ഈ സിനിമ കാണാനുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ത്രില്ലർ സിനിമ, ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഞാൻ പല പടങ്ങളുടെയും പേര് പറയുമായിരുന്നു. പക്ഷെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് പ്രകാരം ഞാൻ മലയാളത്തിൽ തന്നെ ഇറങ്ങിയ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മലയാള സിനിമയുണ്ട്. KG ജോർജിന്റെ സംവിധാനത്തിൽ 1989-ലോ 90-ലോ മറ്റോ റിലീസ് ചെയ്ത ഒരു സിനിമ, ഈ കണ്ണികൂടി എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ കണ്ടതിന് ശേഷം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നുള്ളൂ. ആ സിനിമ കണ്ടതിന് ശേഷം വേറെ ഏത് ത്രില്ലർ സിനിമ കണ്ടാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ടാലും നമുക്ക് തൃപ്തി വരില്ലായിരുന്നു. കാരണം ഇത് പറഞ്ഞ ഒരു രീതിയുണ്ട്. ഈ സിനിമയും ഏകദേശം ആ ഒരു രീതിയോട് വളരെയധികം സാമ്യം തോന്നി എന്നുള്ളത് സത്യമാണ്. അത് കോപ്പി അടിച്ചെന്നല്ല പറയണേ, ആ ഒരു കഥ പറച്ചിൽ രീതിയോട് വളരെയധികം സാമ്യം തോന്നി എന്നുള്ളത് ഇവിടെ വലിയ ഒരു സന്തോഷം എനിക്ക് നൽകി എന്നുള്ളതാണ് സത്യം. അതായത് സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ ഒരു കൊലപാതകം നടക്കുന്നു, അതിന്റെ പുറകിൽ കുറെ പോലീസുകാരെ ചെണ്ടയും കൊട്ടിക്കൊണ്ട് പോകുന്നു, പിന്നീട് അവിടെ നിന്ന് ഒരു ട്വിസ്റ്റ്, ഇതല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്വിസ്റ്റ്, പിന്നെ അതിന്റെ കുറെ പോകുന്നു, പിന്നീട് ഭയങ്കര ഭീകരമായിട്ടുള്ള സംഘടനം, കുറെ കാര്യങ്ങൾ, ഒന്നുമില്ല. ഒരു ഒച്ചപ്പാടുമില്ല, ഒരു ലഹളയില്ല. ഒരു ആളൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു, വർഷങ്ങൾക്ക് ശേഷം 40 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് അത് പോലീസുകാർക്ക് ഒരു തലവേദനയുള്ള ഒരു കേസായിട്ട് മാറുന്നു. അതുവരെ അഴിമതിയിലും കാര്യങ്ങളിലൊക്കെ പെട്ട് കിടന്നൊരു പോലീസുകാരൻ അതിന്റെ തലപ്പത്തേക്ക് അയാളുടെ വിധി എന്ന് പറയുന്ന പോലെ ആ കേസിന്റെ അന്വേഷണത്തിലേക്ക് അയാൾ എത്തുന്നു. ഇതിന്റെ പുറകെ അയാൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. ഒട്ടും പ്രഷർ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-40 കൊല്ലം മുമ്പ് നടന്നൊരു കേസാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഫ്രീ ആയിട്ട് അന്വേഷിക്കാം. ആ രീതിയിലുള്ള അന്വേഷണത്തിലൂടെ ഈ മരിച്ചതാരാണ് എന്ന് കണ്ടെത്താൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. ആ സമയത്തിന് ശേഷം അത് മരിച്ചതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് ആ മരിച്ചയാളുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ് കഥകൾ പോകുന്നത്. ഓരോ അന്വേഷണവും ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവർ പറയുന്ന കഥകളിലൂടെയാണ് നമുക്ക് ഈ കഥാപാത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്റെ പൊന്നോ, അനശ്വര രാജൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അല്ലെങ്കിൽ ആ ഒരു നായിക കഥാപാത്രത്തോട് നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു റോളായി പോയി ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പല ഘട്ടങ്ങളിലും നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ആ ഒരു കഥാപാത്രത്തോട് നമുക്ക് തോന്നും. അത്ര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു ഡെപ്തും വേറെ ലെവല് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന ഒരു പ്രകടനമായിരുന്നു അവരുടേതെന്നും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ ആസിഫ് അലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പോലീസ് വേഷങ്ങളിൽ, അതും ഈ പറഞ്ഞ മാതിരി വലിയ പവർ ഒന്നുമില്ലാത്ത സാധാരണ പോലീസ് വേഷങ്ങളിൽ, അതായത് മറ്റുള്ളവരെ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ ആസിഫ് അലിയേക്കാൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്ന് മലയാളത്തിൽ വേറെ ആരുമില്ല. അതുപോലെ തന്നെയുള്ള ഒരു സാധാരണ പോലീസുകാരനായിട്ടാണ്, SI ആയിട്ടാണ് ഇദ്ദേഹം
അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി എടുത്ത് പറയേണ്ടതുണ്ട്. ഓരോ ഷോട്ടും ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള സിനിമ കണ്ടാലും നമുക്ക് ലാഗ് അടിക്കുക അല്ലെങ്കിൽ ബോറടിക്കുക അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കുറെ സംഭവങ്ങൾ നമുക്ക് എത്ര മനോഹരമായിട്ടുള്ള സിനിമയിലും കണ്ടെത്താൻ പറ്റും. മിനിമം ഒരു 5 സീനെങ്കിലും കണ്ടെത്താൻ പറ്റും. പക്ഷെ ഈ ഒരു സിനിമയിൽ ഒരു പോയിന്റ് മാത്രമാണ് എനിക്ക് ഇതിന്റെ ആവശ്യം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം വന്നത്. അത് ഒരു ചെറിയൊരു ആക്ഷൻ, ചെറുത് എന്ന് തോന്നാവുന്ന ഒരു ആക്ഷൻ സീൻ, ആ ഒരു 2 ഇടിയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നിയത്. അതുകൂടെ മാറ്റിയിരുന്നെങ്കിൽ 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന ഗംഭീര ഐറ്റമായിട്ട് തന്നെ ഞാൻ ഇതിനെ വിലയിരുത്തുമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, സത്യമായിട്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇത്രയും ശാന്തമായിട്ട് പോകുന്ന സിനിമയ്ക്ക് ആ ഒരു ശാന്തതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ സബ്ജക്റ്റാണ് അതായത് ഈ ഒരു കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, ആര് കൊന്നു, എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ളതൊന്നുമല്ല ഇതിന്റെ ആ ഒരു ഫീല് നമുക്ക് നൽകുന്നത്. ആ ഒരു കഥാപാത്രത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ഓരോ അന്വേഷണങ്ങൾ കഴിയുമ്പോഴും നമുക്ക് മുന്നിലേക്ക് ഓരോരോ പോയിന്റുകളായിട്ട്, ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ആ ഒരു കഥാപാത്രം വികസിക്കുന്ന ഒരു രീതിയുണ്ട്. വേറെ ലെവല് തന്നെ ഇത് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു രീതിയിലാണ് ഈ കണ്ണികൂടി എന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു രീതിയിലൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെയും കഥ വികസിച്ചിരിക്കുന്നത്. വളരെ മനോഹരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സംവിധായകന് ഒരു 1000 കയ്യടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മമ്മൂട്ടി ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മമ്മൂട്ടി ഉണ്ട്, അത് പക്ഷെ AI-യുടെ മമ്മൂട്ടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഒട്ടും വൃത്തികേടില്ലാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് അധികം അങ്ങോട്ട് പൊലിപ്പിച്ച് കാണിക്കാനും നിന്നിട്ടില്ല. ജസ്റ്റ് 1-2 ഷോട്ടുകളിൽ കാണിച്ച് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മനോഹരമായിട്ടുണ്ട്. പിന്നെ പല സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1985 നടക്കുന്ന കഥയാണെന്ന് പറഞ്ഞു. അന്നത്തെ ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസുമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല സിനിമാ നടന്മാരെയും സംവിധായകരെയൊക്കെ പല സിനിമാ ടെക്നീഷ്യന്മാരെയൊക്കെ നമുക്ക് ഇതിനകത്ത് അവരായിട്ട് തന്നെ കാണാൻ സാധിക്കും. അതെല്ലാം നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സിനിമ നമ്മുടെ മനസ്സിൽ, ഈ പടം കണ്ടിട്ടുള്ളവരുടെ മനസ്സിൽ കുറെ കാലം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇനി വരാൻ പോകുന്ന ഓരോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളും ഒരു പക്ഷേ ഈ സിനിമയുമായിട്ടായിരിക്കും ഇനിയുള്ള കാലം തട്ടിച്ചു നോക്കാൻ പോകുന്നത്. അത്ര വലിയ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഈ സിനിമ മാറുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ആസിഫ് അലി വീണ്ടും അടുത്ത് തന്നെയായിട്ട് ഒരു ഹിറ്റ് കൂടി അടിച്ചിരിക്കുന്നു. തുടർച്ചയായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ 1-2 സിനിമകൾ ഹിറ്റായിട്ട് വരുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് ഇത് വരുന്നു. തീർച്ചയായിട്ടും കിഷ്കിന്ദ കാണ്ഡം ലെവലിലേക്ക് തന്നെ ഒരു വലിയ ഹിറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ഹിറ്റായിട്ട്, എന്തായാലും സിനിമയുടെ സാമ്പത്തിക വിജയം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഈ സിനിമ കുറെ കാലം മലയാളത്തിൽ ചർച്ചാ വിഷയമായിട്ട് നിൽക്കും. ഈ ഒരു മേക്കിംഗ് ശൈലി അല്ലെങ്കിൽ ഈ ഒരു കഥ പറച്ചിൽ ശൈലി ഒരു എടുത്തു പറയേണ്ട ഒരു സാധനമായിട്ട് തന്നെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. ഒരിക്കൽ കൂടി അനശ്വര രാജൻ എന്ന് പറയുന്ന നായികയുടെ കടുത്ത ആരാധകനാക്കി മാറ്റാൻ ഈ ഒരു സിനിമ എന്നെ അതിന് ഇതാക്കി എന്ന് വേണം പറയാൻ. കാരണം അത്രയധികം ആ കഥാപാത്രത്തോട് ഞാൻ ഇതായിപ്പോയി, മാനസികമായിട്ട് ഇതായിപ്പോയി. എന്ത് തന്നെയാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണണമെന്ന് തന്നെ പറയുന്നു. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണമെന്ന് പറയുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ആക്ഷൻ പോലെയുള്ള ഒരു സംഭവം അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമ 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന സിനിമ. ഗംഭീരം. ഒരിക്കൽ കൂടി കണ്ടാലും തെറ്റില്ല. അത്ര മനോഹരമായിട്ടുള്ള സിനിമ. നന്ദി, നമസ്കാരം.